ബിരിയാണി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യണം. അതിലേക്ക് ഞാൻ ഒരു 1.5 സബോള, ഞാൻ 2 ഗ്ലാസ് അരിക്കുള്ള കൈമ റൈസ് നോക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസ് തക്കാളി, പിന്നെ നമുക്ക് 50 ഗ്രാം പൊതിന കുറച്ചും കൂടി മാറ്റി വയ്ക്കാം. നമുക്ക് ചോറ് വെന്ത് കഴിയുമ്പോൾ സെർവ് ചെയ്യാനായിട്ട് ഒരു 4 കതിരി വേപ്പില, മല്ലിയില ഒരു 50 ഗ്രാം മല്ലിയില, അതിനൊക്കെ ഞാൻ കുറേശ്ശെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചോറ് വെന്ത് കഴിയുമ്പോൾ അതിന് മുകളിൽ ഇട്ട് കൊടുക്കണം. 1 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ചെറിയ സ്പൂണ് കുരുമുളക് പൊടി, മസാലപ്പൊടി, ഗരം മസാലപ്പൊടി കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ചീരകം, അത് ചോപ്പ് ചെയ്തിട്ടുള്ള സാധനം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് ആവശ്യത്തിനുള്ള തൈര് ഞാൻ എനിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ്, ഒരു നാരങ്ങയുടെ പകുതിയുടെ ചെറുനാരങ്ങ. ഈ നമുക്ക് ഇതെല്ലാം കൂടി ഇതൊന്ന് മിക്സ് ആക്കി ഇടണം. മിക്സ് ആക്കി കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആവശ്യത്തിനുള്ള വെള്ളം കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ വെള്ളം കിട്ടിയത് കണ്ട കൂടി ഇട്ടിട്ട് നമുക്കിത് കൂടി മിക്സ് ആക്കാം. നമ്മൾ ഇതിലേക്ക് എടുത്തിറങ്ങുന്നത് ഒരു 750 ഗ്രാം 800 ഗ്രാമിൻ്റെ ഒരു ചിക്കൻ ഉണ്ട് കേട്ടോ. അത് കഷ്ണം ഞാൻ ആക്കിയിട്ട് തൂക്കം നോക്കി സൊക്കി ഇത് വെച്ചിട്ട് ഇപ്പോൾ 3/4 മണിക്കൂർ ആയിട്ടോ. ഇനി നമുക്കത് സെറ്റ് ആകുമ്പോഴേക്കും നമ്മൾ വറുത്ത് വെച്ച സവാളി, പൊതിനയില, മല്ലിയില, നമ്മുടെ മുന്തിരി, അണ്ടിപ്പരിപ്പ് ഒക്കെ കൂടിയിട്ട് നമുക്ക് മിക്സ് ആക്കി ഇടുക കേട്ടോ. ഒരു ചെറിയ പിഞ്ച് ഗരം മസാല നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് സവാള കേടാവാത്ത രീതിയിൽ മിക്സ് ആക്കി വെക്കും. സവാള നമ്മൾ നല്ല മുരിഞ്ഞ സവാള വരുമ്പോൾ നമ്മളത് പൊടിയാത്ത രീതിയിൽ മിക്സ് ആക്കി കൂട്ടാക്കി വെക്കും കേട്ടോ. നമ്മൾ സോക്കാക്കി വെച്ച് നമ്മുടെ ഇറച്ചി നോക്കിയാൽ നല്ല മാഗ്നറ്റായി നല്ല മണം വരും. ചോറ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ലെയറായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മൾ കൂട്ടി ഉപയോഗിച്ച ഈ കൂട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് 4 പ്രാവശ്യമായിട്ട് അതിന് മുകളിൽ ഇട്ട് കൊടുക്കാം. 4 ലെയറായിട്ട് നമ്മൾ ചോറ് ഇട്ട് കിട്ടാം. ഇനി നമുക്കിതൊന്ന് മൂടിയിട്ട് ഈ നമ്മുടെ ചിക്കൻ വെന്ത് കിട്ടണമല്ലോ. ചിക്കനിൽ വെള്ളമുണ്ട്, സവാളയുടെ തൈരിൻ്റെ തക്കാളിയുടെ ആ 10 മിനിറ്റ് നമുക്ക് വലിയ തീയിൽ വയ്ക്കാം. പിന്നെ 30 മിനിറ്റ് സ്ലോവിൽ വെച്ചാൽ നമ്മൾ ചോറ് ചിക്കൻ ഇട്ടാം. ഞാനിത് 10 മിനിറ്റ് വലിയ തീയിൽ വെച്ച് കൊടുക്കാം. നമുക്ക് ചെറിയ തീയിൽ ഈ ചെറിയ തീയിൽ വെച്ച് നമുക്ക് മൂടി ദമ്മാക്കാം. 30 മിനിറ്റ് കൂടി നമുക്ക് സ്ലോവിൽ വെച്ച് വേവിക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ബിരിയാണി സെറ്റ്. നമുക്ക് ഇനി ഇതിന് ചിക്കൻ അടിയിൽ എടുത്ത് സെർവ് ചെയ്യാവുന്നതാണ് കണ്ട. ഇത് നമുക്ക് നന്നായി മിക്സ് ആക്കിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം. പിന്നെ നമ്മള് തൈര് സാലഡ് ഉണ്ടാക്കിയിട്ട്, മുട്ട പുഴുങ്ങിയിട്ട്, ചിക്കൻ ഞാൻ കുറച്ച്